മഞ്ചേരിക്കല്ല, അതിൻ്റെ തൊട്ടടുത്ത് പാർക്ക് വാക്കുകളുണ്ട്. അപ്പോൾ ഇതാ മഞ്ചേരി കിള്ളിക്കാവ് എല്ലാവരും പോകാൻ വിചാരിച്ചാൽ അപ്പുറത്തേക്കാട്ടാ ഇതിൻ്റെ അവിടേക്ക് പാർക്കിൻ്റെ ഇതാണ് നമ്മളവിടേക്കല്ല പോകണം, അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളിതാ അവിടെ വന്നിറങ്ങി. എന്നും വീട്ടിൽ പോകുമ്പോൾ അവർ പറയും കേട്ടോ അങ്ങോട്ട് പോകണം എന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ ഇപ്പം എല്ലാവരും കൂടിയിട്ട് പ്രതീക്ഷിക്കാണ്ട് ഇന്ന് മേമയും പാപ്പനും കൂടി വന്നപ്പോൾ എല്ലാവരും കൂടിയിട്ടുണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെ നിന്ന് ടോക്കൺ എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ടോക്കൺ. അപ്പോൾ ആ ശനി ഞായറും ഉള്ളൂ കേട്ടോ ഇവിടെ. ഇത് ഞങ്ങൾ പഠിച്ച സ്കൂളിലത്തെ പിയൂണാണ് അവിടെ ടോക്കൺ കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ശനി ഞായറും 5:30 തൊട്ടിട്ടാണ് തുടങ്ങുക. കുട്ടികൾക്ക് നല്ല കളിക്കാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഊഞ്ഞാൽ, പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. മീനുണ്ട്, മീനിനെ കാണാം. ഇനി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓണത്തിൻ്റെതായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. പിന്നെ പൂന്തോട്ടം, കുളം, വെള്ളച്ചാട്ടം, കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആവും വന്നു കഴിഞ്ഞാൽ. അപ്പം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരക്കുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓണം വെക്കേഷനായ കാരണം നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതിപ്പോൾ വാട്ടർ ടാങ്ക്സിൻ്റെ സമയത്ത് ഇരിക്കാനുള്ള സീറ്റൊക്കെ കസേരയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. തക്കടൂനെ അത് കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ ഓടി നടക്കുന്നുണ്ട്. അവൻ ആ വെള്ളത്തിൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ അതിൻ്റെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. വെള്ളം മേലേക്ക് വരുമ്പോൾ നല്ല വെള്ളച്ചാട്ടം. ഇനി ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഇരുട്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതിൽ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു ബൊമ്മയുടെ വായെന്നാണ് കേട്ടോ ആ വെള്ളം സ്പ്രേ ചെയ്യണത്. അതിന് ഇരുട്ടാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് കണ്ടോ. പൊന്നൂനും ആനൂനും ഒക്കെ മീനിനെ കണ്ട് ഭയങ്കര അതിശയായി. ഇപ്പോൾ അവർ മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കളറ്, നല്ല വെറൈറ്റി കളറുകളായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട്. വലിയ മീനാട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഇപ്പോൾ അനുമോൾ ഉരുസാൻ വേണ്ടി ഇരിക്കുമ്പോൾ തക്കുടൂന് പോകണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് തക്കുടൂനെ കൊണ്ട് ഇരുത്തുന്നുണ്ട്. അവൻ ഇത് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ ഉരുസാൻ തുടങ്ങിയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് പോരാൻ കൂട്ടാക്കിയേ ഇല്ല. ഭയങ്കര വാശിയായിരുന്നു അവിടെ നിന്ന് പിടിച്ചു കൊണ്ടിരുമ്പോൾ. കൺമണിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടാ. അപ്പം ഇനി മതിനി നമുക്ക് അപ്പുറത്ത് പോയി നോക്കി നോക്കാം, അവിടെ വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലം അങ്ങനെയുള്ള. അപ്പം ഞങ്ങളത് അതിനെ പോയിട്ട് കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇരുട്ടായപ്പോൾ ലൈറ്റ് എല്ലായിടത്തും ലൈറ്റൊക്കെ കത്തി നല്ല ഭംഗിയിലെ. തക്കടൂരാണെങ്കിൽ ആകെ സങ്കടമായിട്ട് ഇരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഇരുട്ടായി, അവന് ഓടി നടക്കാൻ പറ്റണില്ല ഏട്ടെടുത്ത കാരണം. ഇവരാണെങ്കിൽ ഊഞ്ഞാലാടാൻ റെഡിയായിട്ട് ഇതായിരിക്കണു. തക്കുടു അപ്പോഴേക്കും ഓടി വന്നിട്ട് ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരം ആടി അപ്പോഴേക്കും അവനത് ഉരുസി പോവായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായി. ഇവർക്കാണെങ്കിൽ ഊഞ്ഞാൽ ആടി മതിയാവണില്ല. അവിടെ ഷോ ആണെങ്കിൽ തുടങ്ങാറായിട്ടാ. പിന്നെ എല്ലാ ലൈറ്റും കെടുത്തും. അനുമോൾക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ. നല്ല ഭംഗിയുണ്ട് വെള്ളം ഇങ്ങനെ ചാടുന്ന കാണാൻ. അപ്പോൾ ഷോ തുടങ്ങുക. എല്ലാവരും കസേരയിലൊക്കെ വന്നിരുന്ന് ഒക്കെ സെറ്റായിരിക്കണു. ഇനിയിപ്പോൾ ഈ ലൈറ്റുകളൊക്കെ കെടുത്തിയിട്ട് ഷോ തുടങ്ങും. അപ്പോൾ ഷോൻ്റെ ഫുള്ളായിട്ട് വീഡിയോ ഇതിലിടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇടാം. അപ്പോൾ ഷോ കഴിഞ്ഞു. അരമണിക്കൂറോളം 7 മണി ടു 7:30 വരെ, 7:30 തൊട്ട് 8 മണി വരെ അടുത്ത ഷോ. 2 ഷോ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.